പരമാവധി മെമ്മോറിയൽ ഹൈസ്കൂളിലെ പ്രവൃത്തി പരിചയ അധ്യാപിക ജെസ്സി ടീച്ചറാണ്. പ്രവൃത്തി പരിചയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള രൂപങ്ങൾ നിർമ്മിക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഒരു കളർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആമ്പൽപ്പൂ ഉണ്ടാക്കുന്നതാണ്. ഇനി ആമ്പൽപ്പൂ ഉണ്ടാക്കാൻ എന്തൊക്കെ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. റോസോ വെള്ളയോ മഞ്ഞയോ ഏതെങ്കിലും കളർ പേപ്പർ, പിന്നെ കത്രിക, ഗ്രീൻ ടേപ്പ്. ഇത് നമ്മൾ ആമ്പൽപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ പേപ്പർ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 4 ഇഞ്ചിൻ്റെ 4 പീസും 3 ഇഞ്ചിൻ്റെ 3 പീസും പിന്നെ ഇലയുടെ എതളിൻ്റെ അടിയിൽ വെക്കാനുള്ള 4 ഇഞ്ചിൻ്റെ ഒരു പച്ച കഷ്ണവും ആണിത്. ഇനി നമുക്ക് പൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ 4 ഇഞ്ചിൻ്റെ ഈ പേപ്പർ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ എടുത്ത് പിടിച്ചതിന് ശേഷം ഇത് കോണോട് മടക്കുക. ഇങ്ങനെ കോണോട് മടക്കുക. കോണോട് മടക്കിയതിന് ശേഷം കോണോട് മടക്കുക. ഒന്നും കൂടെ തിരിച്ച് മടക്കുക. അങ്ങനെ ഇതേപോലെ മടക്കി ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഈ പേപ്പർ. വീണ്ടും അത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒന്നുകൂടെ മടക്കുക. ഇത്രയും മടക്കി ഒരു മടക്കും കൂടെ മടക്കുക. ഇങ്ങനെ ഈ പേപ്പർ എല്ലാം ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി വെക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് കത്രിക വെച്ചിട്ട് നമ്മൾ ഈ ലൈനിൽ കൂടെ ഇങ്ങോട്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങോട്ട് വെട്ടണം. വെട്ടുന്ന കാണിച്ചു തരാം. ഇങ്ങനെ വെട്ടി. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ ഇത് എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ വെട്ടണം. ഇത് 4 എണ്ണം വലിപ്പം കൂടിയതിൽ, ഇത് 2 എണ്ണം ചെറിയ ഇതിൽ. ഈ ചെറിയ ഇതിലാണ് ഏറ്റവും മുകളിൽ വെക്കുന്നത്, ഇത് അടിയിൽ വെക്കും. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതിന് മുട്ട ഉണ്ടാക്കണം. അത് ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്, മുട്ട ഉണ്ടാക്കാൻ. ഇതിൽ നിന്ന് പറഞ്ഞ് എടുത്തതിന് ശേഷം ഇത് എടുക്കുക. കുറച്ചും കൂടെ മുറിച്ച് കൊടുക്കും. ഇനി ഇത് വിടർത്തിയതിന് ശേഷം ഇത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മടക്കണം. ഇതെല്ലാം ഇതുപോലെ മടക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിൻ്റെ തണ്ടിനുള്ള എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൻ്റെ കഷ്ണം മുറിച്ചിട്ടുണ്ട്. സാധാരണ എന്ത് പേപ്പറായാലും കുഴപ്പമില്ല. ഒരു 2 ഇഞ്ച് വീതിയിൽ മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് ചുരുട്ടുന്നത് ഇതിൻ്റെ ഒരറ്റം തൊട്ട് ഇങ്ങനെ ക്രോസായിട്ട് ചുരുട്ടിയാൽ മതി. ഇങ്ങനെ ചെയ്യാൻ പോകുന്ന ആമ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം, കൂമ്പിയ ഭാഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഒരെണ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മടക്കിയാൽ ഇതിൻ്റെ ഒരു സൈഡിൽ പശ തേക്കുന്നു. ഒരു സൈഡിൽ പശ തേച്ചതിന് ശേഷം ആ സൈഡ് ഇങ്ങനെ ഒട്ടിക്കുന്നു. പകുതി ഭാഗം ഇവിടെ ഒട്ടിക്കുന്നു. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മുട്ടായിട്ടുണ്ട്. ഇത് എല്ലാം പശ തേച്ച് എല്ലാ ഇതിലും പശ തേച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ആദ്യം വെച്ചത് ഇതിൽ പശ തേക്കുന്നു. ഇതെടുത്ത് ഇതിൻ്റെ വട്ടത്തിൽ നമ്മൾ പശ തേക്കുന്നു. റൗണ്ട് ഇങ്ങനെ പശ തേച്ചതിന് ശേഷം ഇത് ഇങ്ങനെ വെക്കുന്നു. ഇതിൻ്റെ നേരെ വെക്കുന്നു. ഇത് നേരെ വെക്കാൻ പാടില്ല, ഇതിങ്ങനെ വെക്കാൻ പാടില്ല. ഇതിന്
ചരിച്ച് വെക്കുക. ഇങ്ങനെ വെക്കണം. ഒന്നിൻ്റെ ഇട കലർത്തിയായിട്ട് ഇങ്ങനെ വെച്ചു. ഇനി അടുത്തതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ തന്നെ പശ വെച്ചു. അടുത്തതും എടുത്ത് ഇതുപോലെ തന്നെ വെക്കുന്നു. വെച്ച് നമ്മൾ ഏറ്റവും അടിയിലേക്ക് ഉള്ളത് വെട്ടി വെച്ച് അതിൻ്റെ ഇതിലേക്ക് ഈ പൂ നമ്മൾ എടുത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ പൂവിൻ്റെ ഇല വെട്ടാൻ പോവുകയാണ്. അതിന് നമ്മൾ ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് വരച്ചിട്ട് വേണം വെട്ടാൻ. ആമ്പൽപ്പൂവിൻ്റെ ഇല വെട്ടി ഇങ്ങനെ വെട്ടി. ഇനി ഇല ഇതിലെ പശ തേച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. ഇനി തണ്ടെടുത്തിട്ട് ഇതെടുത്തിട്ട് തണ്ടിലേക്ക് ഇനി പിടിപ്പിക്കണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഗ്രീൻ ടേപ്പ് നമ്മൾ ഇതിലിങ്ങനെ ചുറ്റണം. ഇപ്പം നമ്മുടെ ആമ്പൽപ്പൂവിൻ്റെ ഇലയൊക്കെ വെച്ച് ഗ്രീൻ ടേപ്പ് കൊണ്ട് അതിൻ്റെ തണ്ടും എല്ലാം ചുറ്റി. ഇനിയിപ്പം നമുക്ക് ഇത് പൂവേലേക്ക് പിടിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇങ്ങനെ മുറിക്കുക. കത്രിക കൊണ്ട് ഇവിടെ മുറിച്ചതിന് ശേഷം ഇവിടെ പശ തേക്കുന്നു. പശ തേച്ചിട്ട് ഇതെടുത്ത് വെക്കുന്നു. നമ്മൾ അപ്പോൾ ഇപ്പോഴേ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കളർ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം.